ഈ പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പന എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മകൻ കൈലാസ് വന്നിട്ട് പറഞ്ഞു അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അവർ ഒരു സെക്കൻഡ് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അത് ഇവർക്കാർക്കും പ്രശ്നമുള്ള കാര്യമല്ലേ? ജസ്റ്റിസ് ഫോർ അൻസിബ ഈ ഒരു ഹാഷ്ടാഗ് അങ്ങോട്ട് കത്തിക്കാൻ നിങ്ങളെ കൊണ്ടേ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ വീഡിയോ കാണുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ജസ്റ്റിസ് ഫോർ അൻസിബ എന്ന് ഒന്ന് എഴുതിയിട്ടേക്കുക. കാരണം ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. ഇന്ന് രാവിലെ അൻസിബ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു മൊഴി കൊടുക്കാനായിട്ട്. അതായത് ഈ വനിതാ സെല്ലിലെ നമ്മുടെ തൃപ്പൂണിത്തറ വനിതാ സെല്ലിലെ SI രേഷ്മിക്കെതിരെയും ലക്ഷ്മിപ്രിയക്കെതിരെയും മൊഴി കൊടുക്കാനായിട്ട് അൻസിബ വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അൻസിബ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം ഞാൻ തുടക്കത്തിലേ പറയാം. എന്തിന് അൻസിബയ്ക്ക് ഇത്രയും സപ്പോർട്ടുമായിട്ട് നമ്മൾ ഇറങ്ങുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേഴ്സണലി അൻസിബയെയും ടിനി ടോമിനെയും കുക്കു പരമേശ്വരനെയൊക്കെ അറിയാവുന്ന ആളുകൾ അവർ മെയിൻ സ്ട്രീം ചാനലുകളിലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെയോ അവരുടെ ഒരു അഭിപ്രായം പറയുന്നില്ല എന്നേ ഉള്ളൂ. എന്നാൽ പേഴ്സണലി ചില ആളുകൾ നമ്മളോട് പറയുന്നുണ്ട് അൻസിബയുടെ സൈഡിൽ ശരിയുണ്ട് എന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിയെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ എല്ലാവരും മുന്നോട്ടേക്ക് പോകുന്നത്. മനസ്സിലായില്ലേ? പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് അൻസിബയെ നേരിട്ട് കണ്ട ഒരു വ്യക്തിയാണ് ഞാൻ. ആ പെൺകുട്ടിയുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് ആ പെൺകുട്ടി ഒരു മോശക്കാരിയായിട്ടോ അല്ലെങ്കിൽ കള്ളം പറയുന്ന ഒരാളായിട്ടോ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. അതെൻ്റെ പേഴ്സണൽ അഭിപ്രായം. പക്ഷെ അവരെ അറിയാവുന്ന ആളുകളും എന്തിന് ടിനി ടോമിനെയും അൻസിബയൊക്കെ ഒരേപോലെ അറിയാവുന്ന ആളുകൾ തന്നെ പറയുന്നു ടിനി ടോം അത്ര ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നും അല്ല, അവൻ്റെ വായിൽ നിന്ന് വരുന്ന ഒന്നും എല്ലാവർക്കും എപ്പോഴും ഇഷ്ടപ്പെടേണ്ട ഒരു അങ്ങനത്തെ കാര്യങ്ങളല്ല. മനസ്സിലായില്ലേ? എപ്പോഴും ഈ ടിനി ടോം തന്നെ കഴിഞ്ഞ ദിവസം പറയുന്നുണ്ടായിരുന്നു, ഞാൻ സ്റ്റേജിലൊക്കെ വെച്ച് തമാശക്ക് ഓരോന്നൊക്കെ വിളിച്ചു പറഞ്ഞാൽ നിന്റെ തമാശ നിന്റെ കൈ വെച്ചാൽ മതി. മനസ്സിലായോ? അല്ലെങ്കിൽ നിന്റെ വീട്ടിൽ കൊണ്ടുപോയി കാണിക്കുക. അത് മറ്റുള്ളവരോട് കാണിക്കേണ്ട കാര്യമില്ല. ടിനി ടോമേട്ടാ, പിടികിട്ടിയോ? ഇനി എന്തായാലും നമുക്ക് വിശദമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. രാവിലെ അൻസിബ മാധ്യമങ്ങളെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അൻസിബയ്ക്ക് ഓൾറെഡി ഒരു വിലക്കുള്ളതാണ് നമ്മുടെ അമ്മ പ്രസിഡന്റിന്റെ ഭാഗത്ത് നിന്ന്. ആരും പുറത്തു പോയൊന്നും പറയാൻ പാടില്ല എന്നാണ് ശ്വേത ചേച്ചിയുടെ സർക്കുലർ. പക്ഷേ അൻസിബ മാധ്യമങ്ങളെ കണ്ടപ്പോഴത്തേക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഡീറ്റെയിലിംഗ് ഒന്നും ചെയ്യുന്നില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് അവർ കേസായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ, കേസായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരിക്കലും മാധ്യമങ്ങളോടൊരു പരിധി കൂടുതൽ പറയാൻ പറ്റില്ല. എന്നിട്ട് പോലും ചെറിയ രീതിയിൽ ജസ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസിന് മറുപടി കൊടുത്ത് അൻസിബ പോകുന്നുണ്ട്. പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ അൻസിബയുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട. ആ പെൺകുട്ടി തെളിവുകളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മുമ്പിലേക്ക് ഇട്ട് തരില്ല. നല്ല കാര്യം തന്നെ, കേസായിട്ട് പോട്ടെ. ആ പെൺകുട്ടിക്ക് നീതി കിട്ടണം. ടിനി ടോമിനെ പോലുള്ളവന്മാരുടെ ഒരു അഴിഞ്ഞാട്ടം ഉണ്ടല്ലോ, എന്താണ് ഇവന്റെ കാട്ടായം? കുറേ ആളുകൾ പല വീഡിയോസും നമുക്ക് അയച്ചു തരുന്നുണ്ട്. ബ്രോ, ഇവൻ എന്ത് നടനാണ്? ഇതാണോ മിമിക്രി? ഇതാണോ എന്നൊക്കെ ചോദിച്ച ഒരുപാട് ആളുകൾ കാണുമ്പോൾ നമുക്കും തോന്നുന്നുണ്ട് എന്താണ് ഇവനീ കാണിക്കുന്നത്. എന്നിട്ട് എന്തോ വലിയ സെറ്റപ്പാണെന്നുള്ളൊരു മൂഡില് കൈയിട്ട് വരാൻ മാക്സിമം നോക്കി അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്കകത്ത് നിന്നുകൊണ്ട്. പക്ഷെ അത് അൻസിബ എന്ന് പറയുന്ന പെൺകുട്ടി തടയിട്ടു. അതാണ് അവളോടുള്ള ഏറ്റവും വലിയ ഒരു ദേഷ്യം ടിനി ടോമേട്ടന്. അത് പൊതുജനത്തിന് മനസ്സിലായി കഴിഞ്ഞു. ടിനി ടോമേട്ട, അത് നിങ്ങൾ ആദ്യമേ മനസ്സിലാക്കുക. ഇനി ഓക്കെ, ജനങ്ങൾക്കൊക്കെ മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഫ്രണ്ടിൽ വന്ന് കഥ പറയാൻ നിന്നിട്ട് ഒരു കാര്യമില്ല. എന്താണെങ്കിലും നമുക്ക് കുറച്ച് മുമ്പ് വന്നൊരു വാർത്തയുണ്ട്, നമുക്കത് കേൾക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് ഇവിടെ വിലയുണ്ട്. ധൈര്യമായിട്ട് നിങ്ങളുടെ അഭിപ്രായവും താഴെ കമന്റ് ബോക്സിൽ പറയുക. വീഡിയോയ്ക്ക് ലൈക്ക് തരിക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറമുള്ള മറ്റേ ഹൈപ്പ് മറക്കല്ലേ, ക്ലിക്ക് ചെയ്തേക്കുക. നമുക്കിനി ഈ ക്ലിപ്പ് കാണാം. എന്നായിരുന്നു ആരോപണം. ലക്ഷ്മിപ്രിയ ഇപ്പോൾ അവിടെ തൃപ്പൂണിത്തറ അവിടെ എത്തി പ്രതികരണം നടത്തുന്നു. രേഷ്മ മാം, അവർക്ക് രണ്ടുപേർക്കെതിരെയുള്ള മൊഴിയാണ് ഇപ്പം ഇന്ന് ഞാൻ കൊടുക്കാൻ പോകുന്നത്. അന്ന് അനധികൃതമായിട്ട് എന്നെ പോലീസ് സ്റ്റേഷനിൽ തടഞ്ഞു വെക്കുകയും വ്യാജ പരാതിയിൽ എന്നെ വിളിപ്പിക്കുകയും ചെയ്തു. പരാതിയിൽ അപ്പോൾ ഈ ടിനിയുടെ പരാതി എങ്ങനെയാണ്? ടിനിക്കെതിരെയുള്ള പരാതിയും മറ്റു കാര്യങ്ങളൊക്കെ എന്താണ്? ടിനിയോട് എങ്ങനെയാണ് ഇനി ഒരു സമീപനം? അദ്ദേഹം എന്നോട് മാത്രമല്ല ദ്രോഹം ചെയ്തത്, ഒരു സമൂഹത്തിനോടാണ്. പ്രത്യേകിച്ച് കേരളം പോലെ ഇത്രയും സെക്യുലർ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലുള്ളവരോടാണ് തെറ്റ് ചെയ്തിരിക്കുന്നത്. ഭയങ്കര മോശമാണത്. ഒരാളോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടി ഒരാൾക്കെതിരെ ഒന്നും കിട്ടാതിരിക്കുമ്പോൾ പേര് അൻസിബ ഹാസനാണ്, എന്നാൽ പിന്നെ എങ്ങനെ ഇതങ്ങ് ഉപയോഗിച്ചേക്കാം എന്ന് കരുതിയിട്ട് തെറ്റായിട്ടുള്ളൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത്. ഭാഗ്യവശാൽ കേരളത്തിലാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. മലയാളികളെല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ചെയ്തതിനോട് ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റൂല. അതിനുള്ള ശിക്ഷ അദ്ദേഹം അനുഭവിച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ഞാൻ പരാതിയായിട്ട് മുന്നോട്ട് പോകും. ബാക്കി കേൾപ്പിക്കാം. പരാതിയുമായി അൻസിബ മുന്നോട്ട് പോവുകയാണ്. അവൻ അങ്ങനെ വെറുതെ എസ്കേപ്പ് ആയി പോകണ്ട. ഇത്രയും കാലം പല കേസുകളിൽ നിന്നും തടിയൂരിയ ഒരു വ്യക്തിയാണ് ടിനി ടോം. എന്തിന്? പുള്ളിയുടെ മകനെതിരെ വന്ന കേസ് പോലും
ഉടായിപ്പ്, അയ്യോ എൻ്റെ മകനായതുകൊണ്ട് മനഃപൂർവ്വം അങ്ങോട്ട് ഇല്ലാതാക്കാൻ ഇറങ്ങിയതാ, ഇതും പറഞ്ഞ് കാശും കൊടുത്ത് അല്ലെങ്കിൽ മേലിലുള്ള പിടിപാട് കൊണ്ട് ഊരിപ്പോരും. ആ മകൻ്റെ വരെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അച്ഛൻ കൊമ്പത്താണെന്ന് പറഞ്ഞിട്ടുള്ള മകൻ്റെ ഒരു ധാർഷ്ട്യം നമ്മൾ കണ്ടതാണ്. അതിൽ നിന്നൊക്കെ കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായതാണ്. പിന്നെ ഈ മതം തിരികാനുള്ള ചേട്ടൻ്റെ ഒരു പരിപാടി ഉണ്ടല്ലോ, അതും ഇനി വർക്കൗട്ട് ആവത്തില്ല. ഒരു മതസ്ഥാപനം സ്പോൺസർഷിപ്പുമായിട്ട് വരാം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നപ്പോഴത്തേക്ക്, അല്ലെങ്കിൽ ടിനി ടോമൊക്കെ അങ്ങോട്ട് പോയി കണ്ട് അവരെ ഓക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അൻസിബ പറഞ്ഞു വേണ്ട, എനിക്കതിലൊരു തെറ്റ് തോന്നുന്നില്ല. കാരണം ഇന്നൊരു മതസ്ഥാപനം ഒരു സ്പോൺസർഷിപ്പുമായിട്ട് ഇറങ്ങിയാൽ നാളെ വേറൊരു സ്ഥാപനം വരും. ലാസ്റ്റ് ഈ അമ്മ എന്ന് പറയുന്ന താരസംഘടനയുടെ അകത്ത് മതം കളിക്കാൻ തുടങ്ങും, കൂടാതെ രാഷ്ട്രീയവും പുറകെ കയറും. ഓൾറെഡി അൻസിബ ഇത് പറഞ്ഞ കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും ഇത് വ്യക്തമായിട്ട് മനസ്സിലായ ഒരു കാര്യമാണ്. ആ പെൺകുട്ടി അതിനൊരു തടയിട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ഒരു തെറ്റുമില്ല, മനസ്സിലായില്ലേ? അത് പക്ഷേ ടിനി ടോമേട്ടനും കൂട്ടർക്കും ഇഷ്ടപ്പെട്ടില്ല. പിടികിട്ടിയോ? ഉടനെ അവൾ മതത്തെ വെച്ച് കളിക്കുന്നു എന്നുള്ളൊരു കളി ചേട്ടൻ ഇപ്പുറത്തുനിന്ന് തള്ളിക്കയറ്റാൻ നോക്കി, പക്ഷെ നടന്നില്ല, ചീറ്റിപ്പോയി. ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് ചേട്ടൻ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും മെയിൻ സ്ട്രീം ചാനലുകളുടെ മുമ്പിലും അല്ലെങ്കിൽ ഈ ഓൺലൈൻ മീഡിയക്കാരുടെ മുമ്പിലും ചേട്ടൻ്റെ ഒരു അഹന്ത നമ്മൾ കണ്ടതാണ്. പിടികിട്ടിയോ? ജനങ്ങൾ വിശ്വസിക്കത്തില്ല തന്നെ, അത് പോയി, വിശ്വസിക്കത്തില്ല. ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും പ്രത്യേകിച്ച് ആ പെൺകുട്ടി വളരെ കൃത്യമായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. പിന്നെ നിങ്ങൾ ആരെയൊക്കെയാണോ അൻസിബ മതം മാറ്റാൻ ശ്രമിച്ചത് എന്ന് പറയുന്നത്, അവരെല്ലാവരും പറയുന്നു ഞങ്ങളെ ഒന്നും മതം മാറ്റാൻ ശ്രമിച്ചിട്ടില്ല, അവർ തന്നെ പറയുന്നുണ്ട്. മനസ്സിലായോ? ടിനി ടോമാട്ട, താങ്കൾ 3G ആയി, 3G ആയി, ആയി. നീ ഇതിനകത്തുനിന്ന് എങ്ങനെ എസ്കേപ്പ് ആയി പോകാമെന്ന് നിങ്ങൾ നോക്ക്. പൈസ എറിഞ്ഞോ, അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്തിയോ, അല്ലെങ്കിൽ കേസ് മുക്കാൻ വേണ്ടിയിട്ട് മേളിലുള്ള ഏമാന്മാരെ പിടിപാട്, അങ്ങനെയോ? അല്ല, അങ്ങനെയാണല്ലോ കുറെ കാലങ്ങളായിട്ട്. അത് തന്നെ, ആ റൂട്ട് തന്നെ പിടിക്കും, അതായിരിക്കും ചേട്ടന് നല്ലത്. മനസ്സിലായോ? ജനങ്ങളുടെ അടുക്ക് വന്നിട്ട് വെളുപ്പിക്കാൻ നിൽക്കണ്ട, നടക്കത്തില്ല. ജനങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. കൂവല് കിട്ടത്തേ ഉള്ളൂ തനിക്ക്. ബാക്കി അതിനുള്ളൊരു കാരണം കൂടെ ഉണ്ട്. ഞാൻ അമ്മയിൽ ഓൾറെഡി പരാതി അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പരാതി അയച്ചു കഴിഞ്ഞ് അവസാനം മീഡിയയുടെ പ്രഷർ കാരണമാണ് അമ്മയിൽ നിന്ന് പറയണത് കേൾക്കാം. അതിൻ്റെ മുന്നേ ഞാൻ പല പരാതികൾ കൊടുത്തിട്ടും ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും ആരും കേട്ടിട്ടില്ല. മീഡിയയുടെ പ്രഷർ കാരണം മാത്രമാണ് എന്നാൽ കേൾക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞൊരു കാര്യം, ഇതേ കമ്മിറ്റി തന്നെ കേൾക്കാം എന്നാണ് പറയുന്നത്. അത് ഈ കമ്മിറ്റിയിൽ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവിടുന്ന് റിസൈൻ ചെയ്ത് വന്ന ഒരാളാണ് ഞാൻ. റിസൈൻ ചെയ്തതിന് ശേഷമാണ് എനിക്ക് മീഡിയയിൽ ഇത് പറയാൻ പറ്റിയത്. അവിടെ ഇരുന്നുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം ഞാനിത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇതേ കമ്മിറ്റിയുടെ മുമ്പാകെ ഞാൻ ഹാജരായി വീണ്ടും ഇതേപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പരിഹസിക്കുന്നതിന് തുല്യമല്ലേ അത്? എനിക്കൊരു നീതിയും തരാത്ത ഇതേ കമ്മിറ്റിയുടെ മുന്നിൽ പോയിരുന്നിട്ട് ഞാൻ എന്ത് പറയാനാ? അല്ലെങ്കിൽ അവർ എന്ത് പറയാനാ? പെൺകുട്ടി ആ പെൺകുട്ടി ഓൾറെഡി പരാതി കൊടുത്തതാണ്, അവിടുന്ന് ഒരു നീതിയും കിട്ടിയില്ല. എന്തിനാ പരാതി പോലും പ്രോപ്പറായിട്ട് നോക്കാൻ നമ്മുടെ ശ്വേത ചേച്ചിക്കൊന്നും താല്പര്യമില്ലായിരുന്നു. മനസ്സിലായോ? എന്നിട്ട് ഇപ്പൊ വീണ്ടും ഇവിടെ വന്ന് നീ കാര്യം പറയാൻ, അവിടെ ചെന്ന് കാര്യം പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാ? അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വിടും. മോളെ അത് അങ്ങനല്ല മോളെ, മോളിരുന്ന് ഞാൻ തലോടി തരാം മോളെ എന്നും പറഞ്ഞ് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കും. കേസ് വേണ്ടടി, നമ്മുടെ പാവം ചേട്ടനല്ലേ ടിനി ടോം, എല്ലാ കാര്യത്തിനും ഓടി നടന്ന് കൈയിട്ട് വാരി നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനല്ലേ, നമ്മളത് ഇല്ലാതാക്കാൻ പാടുണ്ടോ? സിനിമയൊന്നും ഇല്ലാതിരിക്കുന്ന ഒരു ഒന്നിനും കൊള്ളാത്ത കോമാളിയല്ലേ, സ്റ്റേജിൽ കയറിയാലും എന്തൊക്കെയോ മണ്ടത്തരം കാണിക്കുന്നു, ലൂസിഫർ ആണെന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും തെക്ക് വെക്ക് നടക്കും, അങ്ങനെ ഒരു പാവം മണ്ടനല്ലേ, അവനെ വെറുതെ വിട് എന്നും പറഞ്ഞ് ആ കൊച്ചിനെ മാനിപ്പുലേറ്റ് ചെയ്ത് വിടാൻ വേണ്ടിയിട്ടല്ലേ, കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലേ? താല്പര്യമില്ല അവൾക്ക്. അവൾ പോകുന്ന വഴിയാണ് തനി വഴി, സ്ട്രെയിറ്റ് ആയിട്ടുള്ള വഴി, നിയമത്തിൻ്റെ പുറകെ. മനസ്സിലായോ? നീതി കിട്ടുമോയെന്ന് എനിക്കറിയില്ല, പക്ഷെ പോകുന്ന വഴി അത് കറക്റ്റ് തന്നെയാണ്. ഇവിടെ അറിയാലോ നമുക്ക്, കേരളമാണേ നീതിയൊക്കെ കിട്ടാൻ കുറച്ച് പാടാ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണെങ്കിലും നമുക്ക് ബാക്കി കേൾക്കാം. എന്ത് കേൾക്കാൻ? എനിക്ക് വേണ്ടി എന്തെങ്കിലും ന്യായത്തിൻ്റെ കൂടെ ഇരിക്കുകയോ? ഇതേ ഞാൻ ആരോപണം പറയുന്നത് ആർക്കെതിരെയാണ്? ടിനി ടോം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെയാണ്. അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്ന പ്രസിഡന്റ്, എനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വൈസ് പ്രസിഡന്റ്, ഇങ്ങനെ ഇരിക്കുന്ന ഇവരുടെ മുമ്പാകെ ഞാൻ വീണ്ടും ഹാജരായി വീണ്ടും ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നീതി കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കുറ്റാരോപിതർ ഇരുന്നിട്ട് നീതി തരാൻ വേണ്ടിയിട്ട് സംസാരിക്കുന്ന കാര്യം. മറ്റാരെങ്കിലും ഇരുന്നല്ലേ സാധാരണ സംസാരിക്കുക ഒരു നീതി നടപ്പാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആകെ ആവശ്യപ്പെട്ടത് മറ്റൊരു സമിതിയെ വെക്കണം. അപ്പം ഞാൻ ആവശ്യപ്പെട്ടത്, എനിക്ക് എൻ്റെ മനസ്സിൽ വന്ന 3 പേരുകളായതുകൊണ്ട് മാലാ പാർവതി ചേച്ചിയുടെ പേരും രമേശ് പിഷാരടി ചേട്ടൻ്റെ പേരും
ധ്യാൻ ചേട്ടൻ്റെ പേരുമൊക്കെ ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞാൻ അയച്ച മെയിലിൽ കൃത്യമായിട്ട് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇനി ഇവർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ബയസ്ഡ് ആയിട്ട് തീരുമാനങ്ങൾ എടുക്കാത്ത ആളുകൾ വേറെ മെമ്പേഴ്സ് അമ്മയിലുണ്ടല്ലോ, അങ്ങനെയുള്ള ആരെങ്കിലും വെച്ചിട്ട് നിങ്ങളൊരു സമിതി ഉണ്ടാക്കൂ, എന്നിട്ട് അവരുടെ മുമ്പാകെ ഞാൻ ഹാജരായിട്ട് ഞാൻ സംസാരിക്കാമെന്ന്. പക്ഷെ ഇതുവരെ ഒരു റിപ്ലൈ പോലും എനിക്ക് ലഭിച്ചിട്ടില്ല. ഒരു റിപ്ലൈ പോലും ലഭിക്കുമെന്ന് അൻസിബ പ്രതീക്ഷിക്കേണ്ട. മനസ്സിലായില്ലേ? ആ പെൺകുട്ടി ചോദിക്കുന്നതിനകത്ത് എന്താണ് തെറ്റ്? കുറ്റാരോപിതർ അവരാണ് ഇരിക്കുന്നത്. ബാ ബാ മോളെ ബാ, ഞങ്ങളുടെ ഫ്രണ്ടിലോട്ട് ഇരിക്ക്, പറ എന്താ മോളുടെ പരാതി, എങ്ങനെ ഇരിക്കുന്നു? അവൾ ചോദിച്ച ഒരേ ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരേ ഒരു കാര്യം, എനിക്ക് വേറെ ആളുകളുടെ മുമ്പിൽ വേറൊരു സമിതി രൂപീകരിക്കുക, അവരുടെ ഫ്രണ്ടിൽ ഞാൻ സംസാരിക്കാം. പിഷാരടിയോ ധ്യാനോ, പിഷാരടി ധ്യാൻ ഇവരെ പറ്റിയൊക്കെ പേഴ്സണലി നമുക്ക് അറിയാൻ കഴിയുന്നത് സത്യം പറഞ്ഞാൽ നല്ല മനുഷ്യന്മാരാണ്. മനസ്സിലായില്ലേ? മാലാ പാർവതിയെ പറ്റി എനിക്കറിയില്ല. പിഷാരടി ധ്യാൻ ചേട്ടനൊക്കെ അത്യാവശ്യം നല്ലൊരു വ്യക്തി തന്നെയാണ്. പിടികിട്ടിയോ? അതുകൊണ്ട് തന്നെയാണ് അവരെ അൻസിബ സജസ്റ്റ് ചെയ്തത്. ഇനി അവരല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആയിക്കോട്ടെ, ഈ കുറ്റാരോപിതരുടെ ഫ്രണ്ടിൽ വന്നിട്ട് വീണ്ടും ഞാൻ ഈ കരയണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ആ പെൺകുട്ടി ചോദിക്കുന്നതിനകത്ത് തെറ്റുണ്ടോ? കഴിഞ്ഞ ദിവസം മല്ലിക സുകുമാരനോ നമ്മുടെ പൃഥ്വിരാജിന്റെ അമ്മ ആരോ പറയുന്നത് കേട്ടു, ഇങ്ങനെ അൻസിബയെ പോലുള്ള ആളുകൾ വന്നിട്ട് പ്രത്യേക ഒരു സമിതി രൂപീകരിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തു പരാതി വരുന്നവരും അല്ലെങ്കിൽ എന്തു പരാതിയും കൊണ്ട് ആര് വന്നാലും പ്രത്യേകിച്ച് ഇങ്ങനെ സമിതി രൂപീകരിക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടു. ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടണം, മനസ്സിലായോ? ഇച്ചിരിയൊക്കെ ബുദ്ധിമുട്ടണം. അല്ലാതെ ആ പെൺകുട്ടിയെ ആരാണോ കളിയാക്കിയത് അല്ലെങ്കിൽ ആരാണോ ആ പെൺകുട്ടിയെ കളിയാക്കിയതെന്നല്ല, സോ ആ വേർഡേ നമുക്ക് യൂസ് ചെയ്യാൻ പാടില്ല, ഉപദ്രവിച്ചത്. അവരിയ്ക്കുന്ന ഒരു കമ്മിറ്റിയിൽ അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ടിൽ ചെന്ന് ആ പെൺകുട്ടി വീണ്ടും കാര്യങ്ങൾ അവതരിപ്പിക്കണമെന്ന് പറയുന്നതിനകത്ത് എന്ത് ന്യായമാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അവൾ ചോദിച്ചതിനകത്ത് ഒരു തെറ്റുമില്ല. അവർക്ക് ആ സംഘടനയോടുള്ള ഒരു ഇൻട്രസ്റ്റേ പോയി. അല്ല, ഇങ്ങനെ പല ആളുകളും അവിടുന്ന് പോയിട്ടുണ്ടല്ലോ ആ സംഘടനയോടുള്ള മടുപ്പ് കാരണം. അപ്പം എല്ലാവരുടെയും തെറ്റാണ്. അതായത് ആരൊക്കെ അവിടുന്ന് പോകുന്നു, ആരൊക്കെ ആ സംഘടനയ്ക്കെതിരെ സംസാരിക്കുന്നു, അവരെല്ലാം കുഴപ്പക്കാർ, അവരുടെ കയ്യിൽ തെറ്റ്. ബാക്കി കൊമ്പത്തിരിക്കുന്ന ചേട്ടന്മാരെല്ലാം ഡീസന്റ് ചേട്ടന്മാർ. അതിൻ്റെ ഒരു പരിപാടി നമുക്ക് മനസ്സിലാവുന്നില്ലോ സാധാരണക്കാർക്ക്. അല്ല, അമ്മയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശ്വേത ചേച്ചി അതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളായിരുന്നു. ബാക്കി അപ്പം അതിൽ നിന്ന് ഞാൻ എന്താ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും സാമൂഹിക വിപത്താണ് ടിനിച്ചേട്ടൻ എന്നുള്ള കാര്യം വ്യക്തമായിട്ട് എനിക്കറിയാം. അതിനെതിരെ ഞാൻ മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. ഈ ശ്വേതാമേനോൻ ടിനിക്ക് അനുകൂലമായ ഒരു നിലപാടാണ് എടുക്കുന്നത്. പലപ്പോഴും അൻസിബയുടെ പരാതി പോലും ചർച്ച ചെയ്യേണ്ടെന്നാണ് ശ്വേതാമേനോൻ പറഞ്ഞത്. ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്യാമെന്നൊക്കെ പറയുന്നു. അത് കേൾക്കുമ്പോൾ വിഷമാണ് തോന്നുന്നത്. കാരണം ഇത്രയും വലിയ ഒരു ഇതിപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പ്രൊഡക്ഷൻ കൺട്രോളർ രാജീവ് കുടപ്പന എന്ന് പറയുന്ന അദ്ദേഹം വന്നിട്ട് അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മകൻ കൈലാസ് വന്നിട്ട് പറഞ്ഞു അൻസിബ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അവർ ഒരു സെക്കൻഡ് മാറ്റി പറഞ്ഞിരുന്നെങ്കിൽ രാജ്യദ്രോഹ കുറ്റത്തിന് ഞാൻ ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു. അപ്പം അത് ഇവർക്കാർക്കും പ്രശ്നമുള്ള കാര്യമല്ലേ? ഇത്രയും വലിയ ക്രിമിനൽ പരിപാടികൾ ഇവരെല്ലാം ചെയ്തു വെച്ചിട്ട് ഞാനിത് സഹിച്ചോളണം എന്ന് പറയുന്നത് എന്ത് ന്യായമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത് ചെയ്യുന്ന ആളുകൾ ഒരിക്കലും നമ്മുടെ മുന്നിൽ, ഈ സൊസൈറ്റിയുടെ മുന്നിൽ ഞെളിഞ്ഞു നിന്ന് നല്ല ആളുകളാണെന്നുള്ളൊരു കപട മുഖത്തോടെ നിൽക്കാൻ പാടില്ല. അവരുടെ ആ കപട മുഖം താഴെ വീഴ് തന്നെ വേണം. ഇതുവരെ റിപ്ലൈ ഒന്നും വന്നിട്ടില്ല. അപ്പൊ അതുകൊണ്ട് പരാതിയുമായിട്ട് മുന്നോട്ട് പോകാന്ന് വിചാരിക്കുന്നത്. ഇദ്ദേഹമാണ് എന്റെ അതെ അതെ. ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. ഒരു കൈലാഷ് ഒരു മ്യൂസിക് ഷോ നടത്തിയിരുന്നു, 11 ലക്ഷം രൂപ അവിടെ കൊടുത്തിരുന്നു. സരയു ഭർത്താവിനെ കൊണ്ട് ഒരു AV ജയിച്ചിരുന്നു, 2.5 ലക്ഷം രൂപ കൊടുത്തിരുന്നു. ഇതൊക്കെ അൻസിബ അന്ന് ചോദ്യം ചെയ്തിരുന്നു. കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്തിരുന്നു. അത്തരം ചോദ്യം ചെയ്യലാണോ ഇത്തരം ഇങ്ങനൊരു മറുപടികളുണ്ടായിരുന്നു അവർക്കെന്ന്? ഇത് ആദ്യത്തെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോഴാണ് വാട്സപ്പ് ചാറ്റ് എടുത്ത് നോക്കിയത്. പാലസ് പോലീസ് അധിക്ഷേപിച്ചെന്ന പരാതിയിൽ മൊഴി നൽകാനെത്തിയ അൻസിബ ഓക്കെ മതി. അൻസിബ കേട്ടല്ലോ, പല ചോദ്യങ്ങൾ അൻസിബ അവിടെ ചോദിച്ചിരുന്നു. സരയുവിൻ്റെ അടുക്കൽ, പല ആളുകളുടെ അടുക്കൽ കാശിൻ്റെ ഡീലിങ്സ് പലപ്പോഴും അവിടെ നടന്നപ്പോൾ അൻസിബ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി പലപ്പോഴും ചോദിക്കാൻ വന്ന അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോൾ ചോദിക്കണം എന്ന് തോന്നിയ ഒരു ചോദ്യമുണ്ട് ടിനി ടോമാറ്റിനോട്. മര്യാദയ്ക്ക് സിനിമകളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല ആ വ്യക്തിക്ക്. വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടോ നമുക്കറിയത്തില്ല. അല്ലെങ്കിൽ ഈ ബിസിനസ്സൊക്കെ തുടങ്ങാനായിട്ട് പാരമ്പര്യമായിട്ട് ഭയങ്കര കാശുള്ളൊരു വീട്ടിലെ ഒരു വ്യക്തിയായിരുന്നു ടിനി ടോം. അല്ല, ഈ പൈസയൊക്കെ വലിയ വലിയ മുന്തിയ കാറൊക്കെ ഇരിക്കുന്നത്, ഇതിനൊക്കെ എവിടുന്ന പൈസ? ഒരു സോഴ്സ് ഉണ്ടാവണമല്ലോ. കുറേ ആയിട്ട് ഈ അമ്മയ്ക്കകത്ത് മാത്രം നിന്നിട്ടുള്ളൊരു കളിയാണ് മെയിൻ കളി. നല്ല രീതിയിൽ വരുന്നുണ്ടായിരിക്കും ഇല്ലേ?
ഉണ്ടാവുമായിരിക്കും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ അൻസിബ വന്നതിന് ശേഷം, എക്സിക്യൂട്ടീവ് മെമ്പർ ഒരാളായതിനു ശേഷം അൻസിബ അവിടുത്തെ പല ആളുകളുടെയും പെൻഷൻ്റെ കാര്യങ്ങൾ തിരക്കുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ തിരക്കുക, ആരോഗ്യം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തിരക്കുക, ഇങ്ങനെയുള്ള പരിപാടികൾ അൻസിബയുടെ ഭാഗത്തു നിന്ന് പേഴ്സണലി നടന്നിട്ടുണ്ട് എന്നൊരു വിവരം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. പല അമ്മമാർക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു അമ്മയിൽ അംഗങ്ങളായിട്ടുള്ള അമ്മമാർക്കൊക്കെ ഭയങ്കര സ്നേഹമാണ് അൻസിബയോട് എന്നുള്ളൊരു കാര്യം എനിക്ക് അറിയാൻ സാധിച്ചു. മനസ്സിലായില്ലേ? ഇതൊക്കെ തന്നെ പലർക്കും കുരു പൊട്ടുവടേ. അത്രയും ഡീസൻ്റ് ആയിട്ട് ഒരാൾ നിന്ന് കാര്യങ്ങൾ നോക്കി നടത്തി കൊണ്ടുപോകുമ്പോഴത്തേക്ക് പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പിന്നെ അൻസിബ പറഞ്ഞതുപോലെ ടിനിച്ചേട്ടൻ ഒരു സാമൂഹിക വിപത്ത് തന്നെയാണ്. അത് നേരത്തെ നമുക്ക് മനസ്സിലായതാണ്. പല കേസുകൾ വന്നപ്പോഴും എല്ലാത്തിനകത്തും ഊരിപ്പോവുക. എല്ലാത്തിനകത്തും എങ്ങനെയാണ് ഇവൻ ഇത്ര അങ്ങോട്ട് ഡീസൻ്റ് ആയിട്ടിരിക്കുന്നത്? ഇത്രയും ഡീസൻ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനോ? പുരുഷു, നീ ഇത്ര ഡീസൻ്റ് ആണോ? അല്ല, ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഈ ലോകത്ത് അത്രയും ഡീസൻ്റ് ആയിട്ടുള്ള മനുഷ്യന്മാരെ ഒന്നും എനിക്കറിയാൻ പാടില്ലടേ. എല്ലാവരുടെയും ഇച്ചിരിയൊക്കെ കള്ളത്തരവും ഡായിപ്പൊക്കെ ഉണ്ട്. ഇത് ഏത് കേസ് വന്നാലും അതിനകത്തൊക്കെ അയ്യോ ഞാൻ പാവം, അയ്യോ എൻ്റെ പുള്ള പാവം, പുള്ളയെ ചീത്തയാക്കുന്നേ കൂട്ടുകാരെന്ന്. ടിനിച്ചേട്ടാ കൈ വെച്ചാൽ മതി ഉടായിപ്പ്. നമ്മുടെ അടുക്കലൊന്നും നടക്കത്തില്ല. നിങ്ങൾ എന്താണെന്ന് നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ പുറത്ത് പറയുന്നുണ്ട്. അത് ആദ്യത്തെ കാര്യം. മനസ്സിലായില്ലേ? അത്ര വലിയ താല്പര്യമൊന്നും ഇല്ല നിങ്ങളെ എല്ലാവർക്കും. എല്ലാവരും ചിരിച്ചോണ്ടങ്ങ് നിൽക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ തനിനിറം അറിയാവുന്ന പല ആളുകളും അത് പുറത്ത് പറയുന്നുണ്ട്. ഞാനീ പറഞ്ഞത് മുഴുവൻ എൻ്റെ അഭിപ്രായങ്ങൾ, ഞാൻ കേട്ട കാര്യങ്ങൾ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയർഡ്.